മുഖ്യമന്ത്രിയെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമ തോന്നുന്ന ആശ്വാസം തരുന്ന ഒരു വാക്ക്. എനിക്ക് ആ ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ വരെ. എന്തിനാണ് ഇവിടെ വരെ വന്നത്? ഞാൻ വീട്ടിലോട്ട് വന്ന് കാണത്തില്ലായിരുന്നു. ഞാനൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോടതി ലിമിറ്റേഷൻ പീരീഡ് വേവ് ചെയ്തായാലും കേസ് പരിഗണിക്കാനായിട്ട് പറഞ്ഞേക്കാം. ചെയ്യാൻ പറ്റുന്നത് എബി ഇവിടെ വന്നു പോയല്ലോ. 7 കടകളാണ് 2018 കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും 4-5 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു. എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. നന്ദിയല്ല, എനിക്ക് കടപ്പാടല്ല, എന്തോ പറയുന്നത്. ഇനി എനിക്ക് മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവരോടെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ചുമ്മാ ഞാൻ പറയുന്നതല്ല. അതിനുള്ള പെയിൻ കില്ലറെല്ലാം മേടിച്ച് കഴിക്കും. എന്നെ കാണുമ്പോൾ കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പം കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഈ പ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. എനിക്ക് 4th സ്റ്റേജാണ് ക്യാൻസർ. കീമോ എടുക്കണം, റേഡിയേഷൻ എടുക്കണം. അപ്പം ഞങ്ങളുടെ റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ് കാറ്റഗറി ആയതുകൊണ്ട് ഇപ്പോൾ RCCയിൽ O കാറ്റഗറിയാണ്. അതെന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര റേറ്റാണ്, എല്ലാം ചാർജ് കൊടുക്കണം. നമ്മളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ 12-ാം തീയതി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുള്ള ഭീമമായൊരു തുക ഇപ്പം വേണം. അതുകൂടാതെ ഇപ്പം 2018 ശേഷം 3 കടയ്ക്ക് ലോൺ എടുത്തായിരുന്നു. അവർ സർഫാക്സ് നിയമപ്രകാരം വീടും സ്ഥലവും ജപ്തി ചെയ്യാനായിട്ടുള്ള കോടതി ഉത്തരവെല്ലാം എടുത്തായിരുന്നു. അതുമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2018 എനിക്ക് 7 കടയായിരുന്നു. എനിക്കും എൻ്റെ വൈഫിനും അമ്മയുടെയും പേരിലായിട്ട്, ഞങ്ങളുടെ 3 പേരുടെയും പേരിലായിട്ട് 7 കടകളായിരുന്നു. ഓർക്കാപ്പുറത്തായിരുന്നു, നിന്ന നിപ്പിലായിരുന്നു വെള്ളം കയറിയത്. ഇത് വെള്ളം തന്നെയല്ല അന്ന് കയറിയത്, ചെളിയുമായിരുന്നു. അപ്പം ഇതിനകത്തൊക്കെ ഒരു 3 അടി ഹൈറ്റിൽ ചെളിയായിരുന്നു. കടം ഈ ഫാനെ മുട്ടി വെള്ളം നിന്നേ. ഈ മേളത്തെ ഫാനെ മുട്ടി വെള്ളം നിന്നു. അപ്പുറത്തോട്ടുള്ള ഭാഗം ഒന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല, ഈ അപ്പുറത്തെ 2 മുറി. അതിനുശേഷം 1 വർഷക്കാലം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ തുണിക്കട വിഷകരമായ അവസ്ഥയിൽ കൂടെ ഒക്കെ പോയി. 9 ദിവസം ഞങ്ങളിവിടെ നിരാഹാരം ഇരുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. എന്തായാലും കൊള്ളാം, മലങ്കര കത്തോലിക്ക സഭ, അവരുടെ ക്ലീമീസ് ബാവ, കുർലോസ് തിരുമേനിയും ഇവർ 2 മുൻകൈ എടുത്ത് എനിക്ക് ഈ സ്ഥാപനം അവരിട്ട് തന്ന അതിൻ്റെ പൈസ എല്ലാവരാണ്. അന്ന് എനിക്കൊരു 5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഇല്ല, 1 രൂപ പോലും ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി എൻ്റെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാനൊരു ഹൈക്കോടതിയിലൊരു നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിരുന്നു. കോടതി സർക്കാരിനോട് നഷ്ടം എത്രയാണെന്ന് ചോദിച്ചപ്പം അത് 2.25 കോടി രൂപ കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സബ്മിറ്റ് ചെയ്തതല്ല, സർക്കാർ സബ്മിറ്റ് ചെയ്ത. സർക്കാരിൻ്റെ കണക്കും പ്രകാരം 2.25 കോടിയുടെ നഷ്ടം ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് ആ നഷ്ടപരിഹാരം എനിക്ക് തന്നാൽ മതി. ഇല്ല, മുഖ്യമന്ത്രിയെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു കുളിർമ തോന്നുന്ന ആശ്വാസം തരുന്ന ഒരു വാക്ക്. കാരണം അദ്ദേഹം കയറി വന്നപ്പോൾ ചാനലുകാരെല്ലാം കണ്ടതായിരുന്നു. എനിക്ക് ആ ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ വരെ. എന്തിനാണ് ഇവിടെ വരെ വന്നത്? ഞാൻ വീട്ടിലോട്ട് വന്ന് കാണത്തില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. ആ ഒരു വാക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് കാലിന് ബലമില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് തന്നെയല്ല, ബ്ലീഡിങ് ഉണ്ട്. ഞാൻ ഈ ബ്ലീഡ് ചെയ്ത് അറിയാതിരിക്കാനുള്ള പാടൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്കൊരു സർജറി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് മറ്റു ഭാഗത്തിലോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. 4th സ്റ്റേജ് ബോണയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള ആ വേദന നിങ്ങൾക്കറിയാമല്ലോ. അത് തന്നെയല്ല, എനിക്ക് ഫുഡ് വേണ്ട,